ഇന്ന് ലോക ക്ഷയരോഗ ദിനം. പകർച്ചവ്യാധികൾ മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ 2ാം സ്ഥാനത്ത് ക്ഷയരോഗമെന്നാണ് കണക്കുകൾ. ആഗോള പകർച്ചവ്യാധിയായ രോഗത്തെക്കുറിച്ച് അവബോധം നൽകാനാണ് ക്ഷയരോഗ ദിനം ആചരിക്കുന്നത്. ചികിത്സയേക്കാൾ പ്രതിരോധം കൊണ്ട് തുടച്ചു നീക്കാനാവുന്ന ക്ഷയരോഗം ഇന്നും ലോകരാജ്യങ്ങളിൽ ഭീഷണി ഉയർത്തുന്ന മാരക പകർച്ചവ്യാധിയാണ്. ക്ഷയരോഗം മൂലം ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളും മരണങ്ങളും ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയം മൂലമുണ്ടാകുന്ന അണുബാധയായ ക്ഷയരോഗം സാധാരണയായി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശ ടിബിയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും പുറത്തേക്ക് വരുന്ന സ്രവങ്ങളിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന രോഗാണുക്കളിലൂടെ അസുഖം പകരുന്നു. മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പ്രമേഹം, പോഷകാഹാരക്കുറവ്, പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, അവയവം മാറ്റിവെച്ചവർ, HIV ബാധിതർ തുടങ്ങിയവരിലെല്ലാം രോഗാണു സജീവമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ തുടർച്ചയായി കൃത്യമായ അളവിൽ മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന അസുഖം തന്നെയാണ് ക്ഷയരോഗവും. സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യരംഗവും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ക്ഷയരോഗത്തെ തുടച്ചു നീക്കാൻ സാധിക്കും. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളെ ചികിത്സയ്ക്ക് വിധേയമാക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതും ആത്മവിശ്വാസം നൽകേണ്ടതും സമൂഹത്തിന്റെ കൂടെ കടമയാണ്. അതെ, നമുക്ക് TB അവസാനിപ്പിക്കാൻ കഴിയും. പ്രതിജ്ഞ ചെയ്യുക, നിക്ഷേപം നടത്തുക, നടപ്പിൽ വരുത്തുക എന്നതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.